തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന ഈ നിർണായകമായ സന്ധ്യയിൽ ഭരണത്തുടർച്ചയുടെ മൂന്നാം മൂഴം സ്വപ്നം കാണുന്ന പിണറായി വിജയനും അതുപോലെ LDF മുന്നണിക്കും ഗണേഷ് കുമാറിനെതിരെയുള്ള പുതിയ ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല. മന്ത്രിമാർക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെ ഒന്നിന് പുറകെ ഒന്നായി ഉയർന്നു വരുന്ന വലിയ തരത്തിലുള്ള വിവാദങ്ങൾ CPM-ന്റെയും സർക്കാരിന്റെയും പ്രതിച്ഛായയെ പാടില്ലാത്ത വിധം തന്നെ മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീപക്ഷ സർക്കാർ എന്ന് മാജാലമാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മന്ത്രിസഭയിലെ ഒരംഗത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വലിയ രാഷ്ട്രീയ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രണയമാണ് മിനിസ്റ്റർക്ക് 1000 അല്ല, മേ ബി 2000 ഉണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്ക് മിനിസ്റ്റർ ആയിട്ടിരിക്കാൻ പറ്റുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് കെയർ. അതായത് ഇനിയിപ്പോ എന്തായാലും താങ്കൾ ലീഗലി പോവാണോ അതോ ഇതിന്റെ തുടർ നടപടി? പോകുന്നില്ല, ഞാൻ ലീഗലി ഇല്ല. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വട്ടായിട്ടാണ് 112 വിളിച്ചത് കൊണ്ട് എന്ന് മാത്രം അതിന് ഒരു വിശദീകരണമേ ഉള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ലീഗലി, ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്. അതായത് വളരെ മോശം സാഹചര്യത്തിലാണ് അവിടെ കണ്ടത്. അത് കണ്ടപ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ ഐ ഹാവ് ഓൾ ദി പിക്ചേഴ്സ്, ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് എല്ലാം. ഞാൻ CM സാറുടെ മോളെ വിളിച്ചിട്ട് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് ആൻഡ് ഐ ഡോണ്ട് പ്ലാൻ. വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എന്റെ എല്ലാ എവിഡൻസും ഉണ്ട്. മൈ പ്ലാൻ ഇസ് നോട്ട് ടു ഡു എനിത്തിങ്, നോട്ട് ടു ഡു എനി ഹാം ടു ദി ഗവൺമെന്റ് പറഞ്ഞിരുന്നു. ഞാൻ എനിക്ക് മിനിസ്റ്ററെയോ ഗവൺമെന്റിനെയോ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഐ ഹാവ് നോ ഇന്റൻഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം കേവലം ഒരു കുടുംബകലഹമായി തള്ളിക്കളയാൻ സർക്കാരിന് സാധിക്കുകയുമില്ല. വാളകത്തെ കുടുംബ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവത്തിൽ പോലീസ് സഹായം തേടിയിട്ടും അത് ലഭിച്ചില്ല എന്ന പരാതി ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് തന്നെ തുറന്നു കാട്ടുന്നവ കൂടിയാണ്. സാധാരണക്കാരൻ പോലീസിനെ വിളിച്ചാൽ ലാത്തി വീശുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിപതി കൂട്ടിലാകുമ്പോൾ കണ്ണടച്ചിരിട്ടാക്കുന്നത് എന്ത് നീതിയാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നു വരുന്ന അഴിമതി, സ്വജനപക്ഷപാതം, ധാർമ്മികതാ പതനം തുടങ്ങിയ ആരോപണങ്ങൾക്കിടയിൽ ഗണേഷ് കുമാറിന്റെ ഈ സ്ത്രീ വിവാദം കൂടിയാവുന്നതോടെ മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലും അസ്വസ്ഥത പടർന്നു പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ ജോർജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ തന്നെ വ്യാജ ആരോപണങ്ങളാണ് ഉണ്ടായത് എന്നുള്ള ആരോപണങ്ങൾ തന്നെ ശക്തമായി ഉണ്ടാകുന്നു. അങ്ങനെ ഓരോന്നായി തുടരെ ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കൃത്യമായി മറ്റൊരു കാര്യം പറയേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെയാണ് കൃത്യമായി വിരൽ ചൂണ്ടിയത്. മന്ത്രിയുടെ പേരെടുത്ത് പറയാതെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടിൽ ജനങ്ങൾക്ക് സംശയം ഉണ്ടാകില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. മാത്രമല്ല, രാഹുലിന്റെ ഈ ചോദ്യം പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത് കൂടിയാണ്. മുമ്പ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഗണേഷ് കുമാർ നടത്തിയ അധപതനം എന്ന പ്രസംഗം അത് തന്നെ ആയുധമാക്കി രാഹുൽ തിരിച്ചടിച്ചപ്പോൾ മറുപടി പറയാനാകാതെ മന്ത്രിയും സർക്കാരും കുഴങ്ങുന്ന സാഹചര്യമാണുള്ളത്. നമുക്കാദ്യം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം. ഗണേഷ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്? നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട്, അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ രാഷ്ട്രീയമുണ്ടെന്നും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നിയമം വളച്ചൊടുക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ആരോപണങ്ങളെല്ലാം ഗൂഢാലോചനയാണെന്ന പതിവ് പോലെ തന്നെയാണ് KB ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വകാര്യ ജീവിതത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എന്നത്. അതുകൂടി നമുക്കൊന്ന് കണ്ടുവരാം. പ്രശ്നങ്ങൾ അത് പുറത്തേക്കിട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്ന ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലേ? അത്
പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ എന്ന് അഭിപ്രായം പറയാം. ഓ പിന്നെന്താ, അതിനെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്താ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എന്റെ വോട്ട് കൊടുക്കും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എന്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് തന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നും മഹാത്മാഗാന്ധിയെ പോലും ക്രൂശിച്ച നാടാണ് നമ്മുടെ എന്നൊക്കെയാണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും ഒരു മുൻ DGP തന്നെ സംഭവങ്ങൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രിയുടെ ഈ ന്യായീകരണങ്ങൾ സ്വന്തം അണികൾക്കിടയിൽ പോലും വിശ്വാസം നേടുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. CPM സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിവാദങ്ങൾ വരുന്നത് വലിയ തിരിച്ചടി കൂടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF നട്ട കനത്ത തിരിച്ചടിയില്ല. അതുപോലെ തന്നെ ഉണ്ടായ വലിയ പ്രഹരത്തിന് ശേഷം തിരിച്ചു വരാൻ ശ്രമിക്കുന്ന LDF-ന് ഗണേഷ് കുമാറിന്റെ ഈ വിഷയം ഒരു ശാപമായി കൂടി മാറിയിരിക്കുകയാണ്. നവകേരള സദസ്സും മറ്റും നടത്തിയ അല്ലെങ്കിൽ അതിലൂടെ നടത്തിയ ജനകീയ മുഖം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം മന്ത്രിസഭയിലെ ധാർമ്മിക പതനം വലിയ നാണക്കേട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. 3ാം തവണ അധികാരം പിടിക്കാൻ ജനങ്ങളെ സമീപിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടി പ്രവർത്തകരുമുള്ളത്. എന്നാൽ ആരോപണങ്ങളെല്ലാം പതിവ് പോലെ സ്ഥിരം ശൈലിയിൽ തള്ളിക്കളയുന്ന സമീപനമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കെട്ടുകഥകൾ മാത്രമാണെന്നും കുടുംബകാര്യങ്ങൾ ചർച്ചയാക്കി തന്നെ വേട്ടയാടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു മുൻ DGP ആയ R ശ്രീലേഖ തന്നെ ഈ വിഷയങ്ങളെല്ലാം സ്ഥിരീകരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന സാഹചര്യമാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിഷയങ്ങൾ ഒരു പുത്തിരിയായ കാര്യമല്ല. UDF സർക്കാരിന്റെ കാലത്ത് സ്വന്തം ഭാര്യയായിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചി നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നത് നാം എല്ലാം കണ്ടതാണ്. അന്ന് പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചും ശാരീരിക മർദ്ദനത്തെക്കുറിച്ചും യാമിനി തങ്കച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കേരളത്തിന്റെ ഓർമ്മയിലുണ്ട്, മനസ്സിലുണ്ട്. അന്ന് ഗണേഷ് കുമാറിന്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള പോലും തന്റെ മകന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പലപ്പോഴും ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പിന്നീട് പിതാവിന്റെ മരണശേഷം സഹോദരി ഉഷാ മോഹൻദാസ് ഉയർത്തിയ സ്വത്ത് തർക്കങ്ങളും കൃത്രിമരേഖ വിവാദങ്ങളും ഗണേഷിന്റെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കടന്ന കൂടിയായിരുന്നു. സ്വന്തം സഹോദരിയും മുൻ ഭാര്യയും ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ തന്നെ ഉണ്ടാവുകയുമില്ല. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന ഈ സമയത്ത് 3ാം ഭരണ സ്വപ്നം കാണുന്ന പിണറായി വിജയന് മുന്നിൽ LDF-ഉം അതുപോലെ ഈ വിവാദം വലിയൊരു തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീ സർക്കാരിന് എന്നും വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങൾ, ഇതിനു മുന്നേ ഉണ്ടായ പീഡനാരോപണങ്ങളിൽ സർക്കാർ നടത്തിയ ഇരട്ടത്താപ്പ് നാം കണ്ടതാണ്. അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ വിവാദ കാലത്ത് സരിതയുടെ പേരും അത് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിനെ വേട്ടയാടിയ ഇടതുപക്ഷം ഇന്ന് സ്വന്തം പാളയത്തിലെ മന്ത്രിയുടെ സ്ത്രീ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തം കൂടിയാണ്. ഈ വിഷയത്തിൽ തന്നെ, അതായത് സരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് കുമാറിന്റെ പേര് കേട്ടതും ഗണേഷ് കുമാറിന്റെ മർദ്ദനമേറ്റു എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളെല്ലാം പ്രചരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുമുണ്ട്. ഒരു സ്ത്രീ സഹായത്തിനായി പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ടും മന്ത്രിയെ പേടിച്ച് പോലീസ് നടപടിയെടുക്കാതെ മടങ്ങിയെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം ഒരു വലിയ രാഷ്ട്രീയ ബാധ്യത കൂടിയാണ്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. എന്നും സ്ത്രീ വിഷയത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാർ ഇതിൽ എന്ത് ചെയ്തു എന്നുള്ള വിഷയം കൂടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചോദ്യം കൂടി ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ യാമിനി തങ്കച്ചിയുടെ കാലം മുതൽ തുടങ്ങുന്ന ഗണേഷ് കുമാറിന്റെ വിവാദ പരമ്പരകൾ ഇപ്പോൾ വാളകത്തെ സംഭവത്തോടെ പുതിയ തരത്തിലേക്ക് കൂടി എത്തി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടെന്ന സ്വന്തം വാക്കുകൾ ഗണേഷ് കുമാറിനെ ഇപ്പോൾ വേട്ടയാടുക കൂടിയാണ്. ഭരണപിടുത്ത വികാരം ആളിക്കത്തിക്കാൻ ഈ വിവാദങ്ങൾ കാരണമാകുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് BJP അടക്കമുള്ള പാർട്ടികൾ അത് ഉയർത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട.